എന്നെ തേടി വീണ്ടും നിങ്ങൾ ഇവിടെ വരും. ആരാധനാമൂർത്തികൾ നിങ്ങളെ ഇവിടെ എത്തിക്കും. ദാ മറക്കരുത്, നാളെ രാവിലെ 8:30. കാരണക്കാരി ഈ അടുക്കളക്കാരി തന്നെ, സംശയമില്ല. എന്താ ആന്റി പറയുന്നത്? നീ നോക്ക്, അഖിലയുടെ നോട്ടം അടുക്കളക്കാരിയുടെ നേർക്കല്ലേന്ന്. അമ്മേ, അമ്മ എന്താ കാര്യമെന്ന് പറ. എന്തിനാ ഇത്ര ദേഷ്യം? അഖില, നിന്റെ പെരുമാറ്റം കേട്ടിട്ട് എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. എന്താ പ്രശ്നം? നീ എവിടെയാ പോയിരുന്നത്? തനതായ പൈതൃകവും പാരമ്പര്യവും കുലമഹിമയുമുള്ള ഈ തൃച്ചംബരത്ത് എന്റെ ദുസ്വപ്നത്തിൽ പോലും കാണാത്ത എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. ജോൽസിന്റെ പ്രവചനം. അത് സത്യമാണോ അസത്യമാണോ എന്ന് എനിക്ക് തിരിച്ചറിയണമെന്നുണ്ട്. എന്താ അമ്മ ഈ പറയുന്നത്? എന്താ ആപത്ത്? പറയ. പറയാം. ഞാനിപ്പോ ജോത്സ്യരെ കണ്ടു. അദ്ദേഹം പറഞ്ഞ പ്രവചനം സത്യമാണോ എന്ന് എനിക്ക് തിരിച്ചറിയണം. ഞാൻ ഈ കുറിപ്പിൽ എഴുതിയിരിക്കുന്ന സംഭവം നടന്നാൽ ജാതകങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഭാര്യയെ കെട്ടണമെന്ന് പറഞ്ഞ അഖിലയുടെ മുന്നിൽ പോകാനും ആവില്ല. ഫലത്തിൽ നിന്റെ റൂട്ട് സുഗമമായി നർത്ഥം. ആന്റി, അതെ, എങ്ങനെ വന്നാലും ഇത് നമുക്ക് അനുകൂലമായിട്ടേ സംഭവിക്കൂ. അല്ലെങ്കിൽ ഞാനത് അങ്ങനെയാക്കി മാറ്റും. സമാധാനമായിട്ട് ചെല്ല്. ചെല്ല്. ശരി ആന്റി. പോലെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഈ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നവും. ജാതകം നോക്കിയ ജോൽസിൻ അങ്ങനെയാ. ചില നേരങ്ങളിലും ചിലയിടങ്ങളിലും പാലിക്കേണ്ട ഉചിതമായ തീരുമാനം മൗനമാണ്. ആ മൗനം ചില വലിയ പൊട്ടിത്തെറികളെ നിഷ്പ്രയാസം നിർവീര്യമാക്കും. ജോൽസിനേക്കാൾ അപ്പുറമല്ലേ അല്ല ഈശ്വരൻ? അവിടുത്തെ നിശ്ചയം പോലെയല്ലേ എല്ലാ കാര്യങ്ങളും നടക്കും. ആ ഈശ്വരന്റെ നിശ്ചയങ്ങൾ കണക്ക് വെച്ച് എഴുതി പറയുന്നവരാ ജോത്സ്യന്മാർ. അവരുടെ മനക്കണ്ണിൽ തെളിയുന്നതല്ലേ അവര് പ്രവചിക്കുന്നത്. അവർക്കും തെറ്റുപറ്റും. ഞാനൊരു തീരുമാനം എടുത്താൽ മാറ്റം ഉണ്ടാവില്ല എന്നറിയില്ലേ? ഇന്നിന്ന് സമയം കളയണ്ട, പോയി ആഹാരം കഴിക്കുക.
പോ. ഉടനെ നടക്കും. നമ്മൾ വെറുതെ പ്രേക്ഷകരായി നിന്നാ മതിയെന്നേ. ആ അടുക്കളക്കാരുടെ അന്ത്യം കാണാൻ പറ്റും ആന്റി. അന്ത്യോ? അവളുടെ പട്ടടയെന്ന് ഒരു പിടി ചാരം വാരി ഈ തൃച്ചമ്പലത്തിന്റെ മുറ്റത്ത് കോലം വരച്ചിട്ടേ അടങ്ങൂ ഈ വിലാസിനി. ഓ, കൃത്യം എന്തൊരു ആത്മബന്ധ. ആ സമയത്ത് തന്നെ കറക്റ്റ് അവള് വിളിച്ചോളൂ. ആരാ ആന്റി? ആ, നിന്റെ ചേച്ചി അല്ലാതാരാ? ഓ, ഹലോ പ്രിയങ്കേ. ആന്റി, ആ എല്ലാം ഗംഗ പറഞ്ഞു ഞാൻ അറിഞ്ഞു. ആ ഗംഗയുണ്ടോ അടുത്ത്? ആ ഉണ്ടല്ലോ. ഫോൺ സ്പീക്കറിലിട്ടെ. ആ കാറ്റല്ലേ ആഞ്ഞടിക്കാൻ പോകുന്നേ? തൃച്ചംബരത്തിന്റെ അടിത്തോണിന്റെ ആദ്യം ഇളകുന്നത് ഞാൻ നോക്ക് ആന്റി. ഇനി ഇറങ്ങി റോള് കളിക്കാനുള്ളത് ആന്റിയാ. മനസ്സിലായി പ്രിയങ്കേ. ഇരുമ്പ് ചുട്ടു പഴുത്തു വരുമ്പോൾ വേണമല്ലോ അടിച്ചു പരത്താൻ എന്നല്ലേ നീ പറഞ്ഞു വന്നതിന്റെ അർത്ഥം? ആ കാര്യത്തിൽ ഈ വിലാസിനിക്ക് ഡോക്ടറേറ്റ് അല്ലേ? ശരി, നീ വെച്ചേക്ക്. ഞാൻ ചമയങ്ങളൊക്കെ ഒന്ന് അണിയട്ടെ. ഗംഗേ, ദേ പ്രിയങ്ക പറഞ്ഞതിന്റെ പൊരുളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ. ദേ ഇനി ഞാൻ പറയുന്ന പോലെ വേണം നീ കേക്കാൻ. ദ ഗ്രേറ്റ് അഖിലാണ്ടേശ്വരിയെ വിളിക്കേ വേഗം. ഞാൻ അഖിലയുടെ അടുത്തേക്കൊന്ന് പോവാ. ഒന്നുകിൽ ഒരു കൂട്ടക്കൊല, അല്ലെങ്കിൽ ഒരു കൂട്ട ആത്മഹത്യ. ഹലോ, കയർത്ത് സംസാരിച്ചു തുടങ്ങിയല്ലോ. അല്ല, വേലക്കാരിയുടെ കാര്യത്തിൽ ഇടപെടാൻ അവൻ എന്താ ഇത്ര താല്പര്യം? അതിനൊക്കെ ഇവിടെ വേറെ ആളുകളുണ്ടല്ലോ. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചിയുടെ 25ാം വിവാഹ വാർഷികത്തിന്റെ അന്ന് എന്താ സംഭവിച്ചത്? ദേ, ആ വൃത്തികെട്ടവള് കാരണമല്ലേ തീപിടുത്തം ഉണ്ടായത്? ഒരപശകുനം പോലെ കുടുംബ ഫോട്ടോ വീണ് തകർന്നത്. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. പ്ലീസ്, ഞങ്ങൾ എങ്ങും വിട്ടേക്ക്. അമ്മയ്ക്ക് ലജ്ജയില്ലേ ഇവരുടെ ഒക്കെ മുന്നിൽ കൈ കൂപ്പി നിൽക്കാൻ? ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്നവരാ തൃച്ചംബരത്തെ ജന്മങ്ങൾ. വീട്ടിൽ ജോലി കൊടുത്തതിന്റെ കടപ്പാട്, അല്ലാതെ ജീവൻ രക്ഷിച്ചു എന്നും പറഞ്ഞ് നടക്കുന്നത് വലിയ കാര്യമൊന്നും അല്ല. അവൾ ഇവിടുത്തെ ഡ്രൈവറുടെ മകളും ഇവിടുത്തെ വേലക്കാരിയുവാ. അത് നീ മറക്കണ്ട. ജീവൻ കൊടുത്തു പോലും ജീവൻ. മുതലാളി വേലക്കാരൻ എന്നൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളുടെയൊക്കെ കാലത്ത്. നിങ്ങളെപ്പോലെയുള്ളവർ. കാലമൊക്കെ കഴിഞ്ഞുപോയി, ഇന്നതില്ല. സ്വന്തം കൈവിരലുകളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെയും ദുഷ്ടതകളുടെയും കണക്കുകൾ എണ്ണാൻ തുടങ്ങിയാൽ കല്യാണിയുടെ നേരെ വിരൽ ചൂണ്ടാൻ പോലും ഇളയമയ്ക്ക് സമയം. ജീവിതത്തിൽ ഓരോരുത്തരുടെ സ്വഭാവത്തിന് അമ്മയെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അമ്മയുടെ വ്യക്തിത്വത്തിൽ അഭിമാനിക്കുന്നവന് ഈ ഞാൻ. അത് ചിലപ്പോ അമ്മയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോ എനിക്ക് വേദന തോന്നുന്നുണ്ട്.
അമ്മ എന്റെ ഉള്ളിലുള്ളത് വലിയൊരു വിഗ്രഹമായിട്ട്. ചില നേരത്ത് ആ വിഗ്രഹങ്ങൾ വീണുടയുമ്പോ നമ്മൾ തകർന്നു പോവും അമ്മേ. ആനന്ദ് വന്നേ. വിടറ, ഞാൻ അമ്മയോടല്ലേ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇങ്ങോട്ട് വാ. പിടിവിട. അമ്മയും മകനും തമ്മിൽ അടി തുടങ്ങി. തൃച്ചംബരം അങ്ങനെ കലങ്ങി. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവരാ. അത് അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ടും അവരെ ന്യായീകരിച്ചപ്പോ എന്റെ സമനില തെറ്റി. ഞാൻ പറഞ്ഞുപോയി. നിന്റെ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് നിനക്കറിയില്ലേ? അഖില അങ്ങനെ സംസാരിച്ചതിന് നീ എതിർക്കാമോ? ഇനി അതിന്റെ പേരിൽ അവൾ എത്ര വിഷമിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവളുടെ ലോകം നീ ആനന്ദ്. ശരിയാണ്. പക്ഷെ അച്ഛൻ എന്റെ മനസ്സ് മനസ്സിലാക്കാത്തത് എന്താ? കല്യാണിക്ക് ആരുണ്ട്? അവൾക്ക് വേണ്ടി പറയാൻ ഞാനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ ഇവിടെ? പണ്ട് ഇവിടെ ഒരു നൃത്ത മത്സരം നടത്തി. നൃത്ത മത്സരത്തിൽ ജയിച്ചു വരുന്നവൾ തൃച്ചംബരത്തെ മൂത്ത മരുമകളാവുമെന്ന് അമ്മ പ്രഖ്യാപിച്ചു. ജയിച്ചു വന്നത് കല്യാണിയല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് കല്യാണി ഇവിടത്തെ മൂത്ത മരുമകളായില്ല? എന്തുകൊണ്ട് കല്യാണിയുടെ കാര്യത്തിൽ മാത്രം അമ്മയ്ക്ക് മറ്റൊരു നിലപാട്? മറ്റുള്ളവർ എന്ത് കാണിച്ചാലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ കല്യാണി ഒന്ന് അനങ്ങിയ അമ്മയ്ക്ക് കുഴപ്പം. ഇത്രയും ഉന്നതമായ മനസ്സുള്ള അമ്മ എന്തിനാണ് ഇളയമ്മയുടെ ഏഷണിക്ക് ചെവി കൊടുക്കുന്നത്? ആനന്ദ്, നിന്റെ വികാരം ഞാൻ മനസ്സിലാക്കും. ഒരു കടലോളം സ്നേഹം തന്നാണ് നിന്നെ ഞങ്ങൾ വളർത്തിയത്. എന്റെ മനസ്സ് നിറയെ നീയാണ്. നിന്നോടുള്ള ഉത്തരവാദിത്വം അച്ഛൻ നടപ്പാക്കുക തന്നെ ചെയ്യും. എനിക്കല്പം സാവകാശം തരണം. ഈ കാര്യത്തിൽ എന്റെ വഴിയെ അഖിലെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. നീ തളരാതെ നിൽക്കുമോനെ. അച്ഛനില്ലേ കൂടെ? സുബ്രു അങ്കിൾ. തെറ്റുപറ്റിയത് അവനാ. തെറ്റും ശരിയും തിരിച്ചറിയുന്നവർ എന്നെ ഉപദേശിക്കാൻ വരാതെ പോയി മകനെ ഉപദേശിക്കാൻ നോക്ക്. എന്തു പറഞ്ഞാലും മകന്റെ കൂടെയാണല്ലോ. ഞാനിപ്പോ അവന്റെ മുറിയിൽ നിന്നാ വരുന്നത്. അമ്മയോട് അങ്ങനെ സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായതിൽ അവന് ദുഃഖമുണ്ട്. അവൻ അവിടെ വിഷമിച്ചിരിക്കുന്നു, നീ ഇവിടെ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പെരുമാറുന്നതിൽ ഇടയ്ക്ക് നിൽക്കുന്ന ഞാൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാക്കില്ല. അമ്മയും മകനും തമ്മിലുള്ള കാര്യമല്ലേ അത്? നിങ്ങൾ തമ്മിൽ ഒന്നും നോക്കിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ശ്രദ്ധിച്ചു കേൾക്ക്. നീ പറയുന്നത് എന്തായാലും ഒട്ടും മോശമാവില്ലെന്ന് എനിക്കറിയാം. ശരി പ്രിയങ്കേ,
ഞാൻ ഇപ്പൊ തന്നെ ദാസിനെ വിളിക്കാം. പറ്റുമെങ്കിൽ കുറച്ച് കനൽ ആ ഡ്രൈവറുടെ മനസ്സിലേക്കും വാരി വിതറാം. നീ ഫോൺ വെച്ചേക്ക്. ഹലോ. ആ ദാസേട്ടൻ എവിടെയാ? ഞാൻ കാർ ഓടിക്കായിരുന്നു മാഡം. ആ കാർ ഓടിക്കുമ്പോഴേ മുന്നിൽ അപകടം കൂടി ഉണ്ടോന്ന് നോക്കിക്കോ. അതെ, റോഡിലല്ല, ജീവിതത്തിന്റെ കാര്യമായി പറയുന്നേ. എനിക്കൊന്നും മനസ്സിലായില്ല മാഡം. നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ. നിങ്ങൾ ഒരു അച്ഛനാണോ? കാര്യം എന്താന്ന് വെച്ചാ പറയും മാഡം. അതെ, അഖിലേച്ചി നിങ്ങളോട് കല്യാണിയുടെ ജാതകം മേടിച്ചോണ്ട് പോയത് ഓർമ്മയുണ്ടോ? ജാതകം കൊണ്ടുവന്ന് കൊടുത്ത് ഞാൻ അങ്ങനെ വളയം പിടിക്കുന്നത് കൈകൊണ്ടാണെങ്കിലും മനസ്സ് തകർന്ന അത് മതി. എതിരെ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിലേക്ക് ഇടിച്ചു കേറ്റാൻ. ആ അതെ, ഇതേ ഉള്ളൂ തൽക്കാലം ഒരു മാർഗം. എനിക്കതല്ല, അമ്മ ഇനി കല്യാണിയോട് എങ്ങനെ പെരുമാറുന്ന എന്റെ ഭയം. പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിൽ വല്ല കടുങ്ങുകയും ചെയ്ത കല്യാണി ജീവൻ രക്ഷിച്ചതൊക്കെ വിട്. ഒരു സമയത്ത് ഈ തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കാത്തു സൂക്ഷിച്ചതാരാ? അതൊക്കെ എന്റെ അമ്മ മറന്നുപോയോ? അമ്മേ, ജീവിതത്തിൽ ഓരോരുത്തരുടെ സ്വഭാവത്തിന് അമ്മയെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അമ്മയുടെ വ്യക്തിത്വത്തിൽ അഭിമാനിക്കുന്നവന് ഈ ഞാൻ. അത് ചിലപ്പോ അമ്മയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോ എനിക്ക് വേദന തോന്നുന്നുണ്ട്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകന് അടുക്കളക്കാരിയുടെ പേരിൽ പഴി കേൾക്കേണ്ടവനാണോ? ആ ജോത്സ്യൻ പറഞ്ഞത് ശരി തന്നെയെന്നാ എന്റെ മനസ്സ് പറയും. മാഡം, മാഡം രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ലല്ലോ. വയറ് കാഞ്ഞ് കിടക്കരുത്, ക്ഷീണം ഉണ്ടാവും. ഇറങ്ങ്, പുറത്തു പോ. ആ സുജാതയോട് ഇവിടെ വന്ന് ക്ലീൻ ചെയ്യാൻ പറ. ശരി മാഡം. ോട്ടെ, വല്യൂഞ്ഞിനൊന്നും വരരുതെന്ന എന്റെ പ്രാർത്ഥന. ഞാനും നീയും എന്നൊക്കെ ഉണ്ടോ കല്യാണി? നമ്മളല്ലേ, നമുക്കൊന്നും വരാൻ പോകുന്നില്ല. ഞാൻ നിനക്ക് തന്ന വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി ഞാൻ അമ്മയോട് വീണ്ടും എതിർത്ത് സംസാരിച്ചു.
അച്ഛൻ അമ്മയോട് ഇത് അവതരിപ്പിക്കുമ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാവുമെന്നാ കരുതിയത്. ഏതായാലും അമ്മയുടെ മനസ്സിൽ ഇങ്ങനൊരു സംശയമുള്ള സ്ഥിതിക്ക് അമ്മ സത്യം കണ്ടെത്താൻ എന്ത് വഴി ഉപയോഗിച്ചെന്ന് വരും. ഇനിയിപ്പോ എന്താ വലിയ ചെയ്യ? അത് കല്യാണി പറയൂ വലിയ. അത് ഞാൻ പറയുന്നത് നമ്മുടെ നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം വിചാരിക്കുക. അതിന് മറ്റൊരർത്ഥതലം കൊടുക്കരുത്. എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ വലിയ. താലി അഴിച്ചു മാറ്റാനാ? അതേ കല്യാണി, താലി ഊരി മാറ്റണം. എന്റെ വാക്കുകൾ നിന്റെ മനസ്സിനെ കീറി മുറിക്കുന്നുണ്ടാവും എനിക്കറിയാം. ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണെങ്കിലും നീ ഞാൻ കെട്ടിയ താലി ഊരി മാറ്റിയേ പറ്റൂ. തൽക്കാലം ഇതേ മാർഗമുള്ളൂ. നീ ആനന്ദിന്റെ പെണ്ണ. അത് തെളിയിക്കാൻ ഒരു താലി വേണമെന്നില്ല. ജോത്സ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് അഖില മാഡം. മാഡത്തിന്റെ മനസ്സിൽ എന്താണോ ആ തീരുമാനം മാറ്റാൻ ആർക്ക് സാധ്യമല്ല. ജോത്സ്യം പറഞ്ഞത് എന്താണോ അതുപോലെ നടന്ന പിന്നെ നമ്മളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. ഒത്തിരി സന്തോഷിച്ചു സുധേ. ആ സന്തോഷം ഇത്ര പെട്ടെന്നൊരു തീച്ചുളയായി മാറുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് വലിയൊരു ആപത്തായി മാറുമെന്ന് ഞാൻ കരുതിയില്ല സുധേ. അഖില മേഡം നമ്മുടെ മോളുടെ കല്യാണത്തിന്റെ മുഹൂർത്തം കുറിച്ചു വരുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ ഈ തീ കണ്ട് എന്റെ ചങ്ക് പൊട്ടുന്ന സുധേ. ചേച്ചി കരയല്ലേ, നമുക്കൊന്നും സംഭവിക്കില്ല. മോൻ അച്ഛനടുത്തേക്ക് ചെല്ല്. കരയല്ലേ, ചെല്ല്. എന്താ ശിവരാമേട്ട? എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്.
എന്നോടോ? എന്താ ശിവരാമേട്ട? അത് ആനന്ദിനെയും കല്യാണിയും കുറിച്ചുള്ള കാര്യമാണ് വിലാസിനി. അവരുടെ കാര്യം എന്നോട് സംസാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ശിവരാമേട്ട? നാളെ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഈ കുടുംബത്തിൽ എല്ലാവരും ടെൻഷനിലാണ്. നാളെ എന്തും സംഭവിക്കും. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ശിവരാമേട്ടൻ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ഇവിടുത്തെ സമാധാനം ഇല്ലാതാക്കിയോ? എന്നൊന്നും ഞാൻ പറയുന്നില്ല. നീ അഖിലോട് ചിലതൊക്കെ പറഞ്ഞത് അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. അയ്യോ, ഞാൻ ചില സത്യങ്ങൾ ചേച്ചിയോട് പറഞ്ഞെന്നേ ഉള്ളൂ. അത് അഖിലേച്ചിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നേ. ഞാനിപ്പോ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. നീ എനിക്കൊരു സഹായം ചെയ്യും. സഹായോ? എന്ത് സഹായം? പറയാം. നാളെ രാവിലെ ഇവിടെ എന്ത് നടന്നാലും ദയവ് ചെയ്ത് നീ ഒരു അക്ഷരം മിണ്ടരുത്. ഇവിടുത്തെ മരുമകളാക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കില്ല. ആ മോഹം അച്ഛനും മകനും അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ആകുമ്പോ ഞാൻ വിതുമ്പിക്കറിയും. ദേ, എന്നെ താങ്ങി പിടിച്ചോണം, കേട്ടല്ലോ? കൂടെ കരയണം. അല്ല, ഞാനും കരയണോ? അതിന് സമയമാകുമ്പോ ഞാൻ പറയാം. വേണ്ടെങ്കി വേണ്ട. എന്റെ ഭാവാഭിനയ സംഗതികളും ഞാൻ സമയത്തിട്ടോളാം. അഭിനയൊക്കെ വളരെ നാച്ചുറൽ ആയിരിക്കണം. ഓവർ ആക്ടിങ് പാടില്ല. അന്നത്തെ പോലെ നശിപ്പിച്ച എന്റെ അഭിനയം നിങ്ങൾ കാണേണ്ടി വരും. ആ, തുടങ്ങാം. അയ്യോ, അമ്മ വന്നല്ലോ മോളെ. കരയാതെ കരയാതെ മോളെ. വാ വാ, കേറി വാ. വലിയ തറവാടും നല്ല മനുഷ്യരുമാണെന്ന് കരുതിയാ ഞങ്ങള് കല്യാണം ഉറപ്പിച്ചത്. ചെറുക്കൻ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് കരുതി വളർത്തിയതാ. ഇവളുടെ കണ്ണീര് കണ്ടാൽ പൊറുക്കില്ല ഞങ്ങള്. സമാധാനിക്ക്. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വിലാസിനി, എന്ത് പരിഹാരമാണ് നീ ഉണ്ടാക്കാൻ പോകുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തെ ഇടപെടരുതെന്ന് പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. എത്ര പറഞ്ഞാലും നിന്റെ തലയിൽ കേറില്ലെന്ന് വെച്ച് തമ്മിലെടുപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മമാണ് നിന്റേത്. കഷ്ടം. തകർത്തോളാം ഞങ്ങൾ. എല്ലാ തന്ത്രങ്ങളും കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു തരാം. ഗംഗെ, ഇപ്പൊ നീ ഇവരെ നിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. ഒരു അഭിനയക്കാരും. വാ, ചെല്ല്. ഇനി ഇവരെ വെച്ച് വേണം അഖിലയെ മുട്ടുമടക്കിക്കാൻ. അഖില, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ദേ കൃഷ്ണേട്ടാ, പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ കിടന്ന് തിളച്ചു മറിയുക. പുതിയ കാര്യങ്ങളൊന്നും ഇപ്പൊ എനിക്ക് കേൾക്കണ്ട, പ്ലീസ്. തരത്തിലോ ഈ നിമിഷം വരെ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി പറയുന്നതിനപ്പുറം എനിക്കൊരു വാക്കില്ല. അങ്ങനെ ഞാൻ ജീവിച്ചിട്ടുണ്ട്.
നീ ചോദിച്ചില്ലേ ജോത്സൻ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് മുൻവിധി ഉണ്ടോ എന്ന്? ഉണ്ട്. അയാൾ എഴുതിയിരിക്കുന്നത് നമുക്ക് അനുകൂലമായ ദോഷം വരാത്ത ഒരു കുറിപ്പായിരിക്കും എന്ന മുൻവിധി. അതിന് കാരണം ഞാൻ പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്നു, അഖില നെഗറ്റീവായി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അഖിലാണ്ടേശ്വരി പുറമേ കർക്കശക്കാരിയായിരിക്കും, പക്ഷെ ഈ മതിൽക്കെട്ടിനുള്ളിൽ ഞാനൊരു അമ്മയും ഭാര്യയോ. അഖിലാണ്ടേശ്വരി എന്ന വ്യവസായ പ്രമുഖയുടെ ഉള്ളിലുള്ള ആദ്യമല്ല ഇപ്പൊ കൃഷ്ണേട്ടൻ കാണുന്നത്. ഒരമ്മയുടെ, ഒരു ഭാര്യയുടെ, ഒരു ഗൃഹനാഥയുടെ ഉള്ളിലുള്ള പുകച്ചില. ഒന്നും മനഃപൂർവ്വമല്ല കൃഷ്ണേട്ട. ഐ എം സോറി അഖില, ഞാൻ ഇതൊന്നും പറയാനല്ല ശ്രമിച്ചത്. എന്തെല്ലാം വേദനകൾ അനുഭവിക്കണം, എന്തെല്ലാം സഹിക്കണം. ഇടയ്ക്കൊന്ന് ചിരിപ്പിക്കുന്ന ദൈവം അപ്പോൾ തന്നെ കരയിപ്പിക്കുകയും ചെയ്യും. ജീവിക്കാൻ വേണ്ടിയുള്ള അലച്ചിലിനൊടുവിൽ നമ്മൾ ഈ തൃച്ചംബരത്തെത്തി. എന്റെ മോൾ ഇവിടെ കിടന്ന് എന്തെല്ലാം അനുഭവിച്ചു, എന്തെല്ലാം പഴികൾ കേട്ടു, കൊല്ലാൻ വരെ നോക്കി. വയ്യ മോളെ, ഇനി അച്ഛനിത് കണ്ടു നിൽക്കാൻ വയ്യ. ഹെൽപ്പില്ലാത്ത ഗതികിട്ട ഒരച്ഛന്റെ വാക്കുകളാണ് ഈ അച്ഛൻ പറയാൻ പോകുന്നത്. എന്റെ മോള് കേൾക്കണം. നാളെ അതിരാവിലെ മോളെ അച്ഛൻ ബസ് കയറ്റിവിടാം. മോള് നാട്ടിലേക്ക് പോണം. ഇല്ല, നാട്ടിലേക്ക് ഞാൻ പോവില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടക്കുമ്പോ ഞാൻ നാട്ടിലേക്ക് പോയാ അത് വലിയൊരു തെറ്റല്ലേ അച്ഛാ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്തു വന്നാലും ഞാൻ അനുഭവിക്കും. ചേച്ചി, അത് നാളെ അഖിലമ്മയോട് പറഞ്ഞാ വലിയ കുഴപ്പമാവില്ലേ ചേച്ചി? അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പോലെ കേക്കാം. നമുക്ക് രാവിലെ നാട്ടിലേക്ക് പോവാൻ ചേച്ചി. ഇല്ല നീങ്കുട്ടാ, ഞാൻ പോവില്ല. അതെന്താ ചേച്ചി? വല്യുകുഞ്ഞ് എന്നെ കല്യാണം കഴിച്ചതാ. എന്റെ കഴുത്തി താലി കെട്ടിയ വല്യുകുഞ്ഞ് പറയാതെ എനിക്ക് എങ്ങോട്ടും പോവാൻ പറ്റില്ല. വല്യുകുഞ്ഞ് കൂടെ ഉണ്ടാവും. വല്യുകുഞ്ഞിനെ എന്നെയും ദൈവം കൈവിടില്ല നീങ്കുട്ടാ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതെ ചേച്ചി, ശരി. എന്റെ ചേച്ചി പോണ്ട. ഈ രാത്രിയും നാളത്തെ പ്രഭാതവും എന്റേതാണ്. നിന്റെ നാശം കാണാൻ ദൈവം എനിക്ക് തന്ന നിമിഷങ്ങൾ. ഏതോ നീണ്ട സ്വപ്നത്തിലാണല്ലോ. ഇനി ഒരു സ്വപ്നം കാണാൻ പോലും നിന്നെ വിലാസിനി അനുവദിക്കില്ല. എനിക്കറിയാമെന്ന്. എന്താ ഞെട്ടിപ്പോയോ? നേരാ ഞാൻ പറയുന്നേ. ആനന്ദും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ എല്ലാ കഥകളും എനിക്കറിയാം.
നിന്റെ ഊണിലും ഉറക്കത്തിലും ആനന്ദുണ്ടെന്നും എനിക്കറിയാം. മാഡം, അതുകൊണ്ട് ആ ജോത്സ്യൻ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളുടെ ജാതകങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ജാതകങ്ങൾ തന്നെയല്ലേ? ആ കുരുതി നിന്റെ ചോര കൊണ്ട്. അഖില ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തോക്കെടുത്ത് ദേ ഇങ്ങനെ നെറുകെ വെച്ച് ഠോന്നൊരു പൊട്ടീര്. നിന്റെ തലച്ചോറ് തെറിച്ചു പോവും. പിന്നെ തൃച്ചംബരത്തെ അടുത്ത അഖിലാണ്ടേശ്വരി ഈ വിലാസിനി. സത്യം പറഞ്ഞ ഇതൊക്കെ ഓർത്തു കഴിഞ്ഞാലേ നീ എനിക്ക് ചെയ്തു തരുന്ന വലിയൊരു സഹായല്ലേ? എന്നെ ഇത്രയും പെട്ടെന്ന് തൃച്ചംബരത്തെ അധികാരിയാക്കിയ നിന്നെയാണോ അയ്യോ ഞാൻ വിഷമിപ്പിക്കുന്നത്? ഇങ്ങനെയൊന്നും പറയല്ലേ മാഡം, എല്ലാം നല്ലതേ നടക്കൂ. നല്ലതൊന്നും വരില്ല, നീ അങ്ങനെ വ്യാമോഹിക്കണ്ട. ഊതി ഊതി പിടിപ്പിക്കും പോലെ ഞാൻ അഖിലയെ ഊതി ഊതി കത്തിച്ച് നിർത്തിയിരിക്കുക.